പുനരധിവാസത്തിന് സർക്കാർ പല മാർഗങ്ങൾ തേടുന്നുണ്ട് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ ലിസ്റ്റുകളിൽ നിന്നാണ് പുനരധിവാസം നടപ്പിലാക്കേണ്ടത്. ദുരന്തം നടന്ന അന്നു മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഒരു ജനകീയ മാതൃകയാണ് നിർമ്മിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ തന്നെ നമ്മളിവിടെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ IAS-കാരനായി. ഈ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസത്തിൽ IAS കിട്ടി. ഇതുകൊണ്ട് കിട്ടിയതല്ല, മറ്റു കാര്യങ്ങളിൽ കിട്ടിയതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അതിന് ചുമതലപ്പെടുത്തി. ഇവിടുത്തെ ജിയോഗ്രാഫിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, സോയിൽ ടെസ്റ്റ്, നേരിട്ടുള്ള ഭൂമിയുടെ പരിശോധന, ഇതെല്ലാം 2 മാസക്കാലത്തിനുള്ളിൽ കഴിച്ച് സമാനതകളില്ലാത്തൊരു മാതൃകയിലേക്ക് ലോകത്തെ മുഴുവൻ ക്ഷണിച്ച് കേരളം കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിനമാണിന്ന്. ഏറ്റവും ചെറിയ കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഏതു ദിവസം എന്ന് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലൂടെ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക വർഷം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ടൗൺഷിപ്പ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് സർക്കാർ കരുതുന്നത്. അതിൽ തന്നെ വീടുകളുടെ നിർമ്മാണം 2025 തന്നെ ടൗൺഷിപ്പിന് എല്ലാ ഇതിലേക്കും കിടക്കുന്നതിന് മുമ്പ് വീടുകൾക്ക് പ്രയോറിറ്റി നൽകി 2025 തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.